CPM-ന് ഒരു വശം നോക്കാം. കേരളത്തിൽ പ്രതിപക്ഷ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടപ്പാക്കിയ തിരുത്തൽ നടപടികൾ ലക്ഷ്യം കണ്ടില്ല. അസാധാരണ തോൽവിക്ക് അസാധാരണമായ പരിശോധനയുണ്ടാകുമെന്നും MA ബേബി പറഞ്ഞു. അസാധാരണമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. നേതൃത്വ തലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയും LDF-ഉം കേരളത്തിൽ തിരിച്ചു വരും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. വിജിൻ, കഴിഞ്ഞ ദിവസം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ട് തിരുത്തൽ നടപടികൾ ഉടൻ തുടങ്ങണം എന്ന തീരുമാനം എടുത്തിരുന്നു. ഇന്നിപ്പോൾ നിർണായകമായ LDF യോഗം ചേരുന്നുണ്ട്. യോഗം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണോ? എന്തായാലും യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ യോഗത്തിനായി എത്തി. ഒപ്പം തന്നെ MV ഗോവിന്ദനുമൊക്കെയായി നേരത്തെ LDF യോഗത്തിന് മുമ്പ് മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. എന്തായാലും LDF-ലെ 11 ഘടകകക്ഷികൾ, അവരുടെ നേതാക്കളൊക്കെ നിലവിൽ LDF യോഗത്തിനായി എത്തിച്ചേർന്നു. അല്പസമയം മുമ്പാണ് LDF യോഗം ആരംഭിച്ചത്. ഈ 11 LDF ഘടകകക്ഷികളിൽ നിലവിൽ 3 ഘടകകക്ഷികൾക്ക് മാത്രമാണ് നിയമസഭയിൽ ഇടതുമുന്നണിയിൽ നിലവിൽ പ്രാതിനിധ്യമുള്ളത്. ഇത്രയും വലിയൊരു തിരിച്ചടി അതെങ്ങനെ ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ LDF യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ അതത് പാർട്ടികളോട്, എല്ലാ ഘടകകക്ഷികളോടും അവരുടെ പാർട്ടികൾ അകത്ത് ഉള്ള ഇക്കാര്യത്തിലുള്ള വീഴ്ച അത് കൃത്യമായി പരിശോധിക്കാനുള്ള ആവശ്യമായിരിക്കും CPM മുന്നോട്ട് വെക്കുക. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതിന് സമാനമായ രീതിയിൽ തന്നെ അടിത്തട്ടിൽ നിന്നുള്ള പരിശോധന എല്ലാ ഘടകകക്ഷികളും നടത്തണമെന്ന് CPM ആവശ്യപ്പെടാനാണ് എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് CPM എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന കാര്യത്തിലുള്ള ചർച്ച കൂടി ഒരുപക്ഷെ LDF യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ചില ഘടകകക്ഷികൾ അത് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം CPI യോഗത്തിൽ പല നേതാക്കളും, CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് യോഗത്തിലും പല നേതാക്കളും എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ മാറി നിൽക്കണം, പുതിയൊരു നേതൃത്വത്തെ LDF-ന്റെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടണം എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ സാധാരണഗതിയിൽ CPM-ൽ നിന്ന് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ്, LDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് എത്താറ്. പക്ഷേ ഇത്തവണ അത് CPIക്ക് നൽകണം എന്നുള്ള ആവശ്യവും നിലവിൽ CPI യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. അതും LDF-ന്റെ മുന്നിൽ വെക്കാനുള്ള സാധ്യതയും ഇന്നത്തെ യോഗത്തിലുണ്ട്. എന്തായാലും K രാജനെ പ്രതിപക്ഷ ഉപനേതാവായി ഉയർത്തിക്കാട്ടണം എന്നുള്ള നിലപാടായിരിക്കും CPI യോഗത്തിൽ സ്വീകരിക്കുക. RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ നടത്തുകയും അത് LDF-നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒന്നുമുള്ള പരിശോധന CPM-ന്റെയോ ഒപ്പം തന്നെ LDF-ന്റെയോ ഭാഗത്തുനിന്ന് കൂട്ടായി ഉണ്ടായില്ല എന്നുള്ള വിമർശനം ഒരുപക്ഷെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെയാണ് കേരള കോൺഗ്രസ് M നിലവിൽ മത്സരിച്ച എല്ലാ സീറ്റിലും കേരള കോൺഗ്രസ് M തോൽക്കുന്ന സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഈ തിരിച്ചടി അത് ചെറിയൊരു തിരിച്ചടിയായി CPM കാണുന്നില്ല. കാരണം ക്രിസ്തീയ മേഖലകളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് M-ന് ഇത്തരത്തിൽ വട്ടപൂജ്യത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് CPM വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ തോൽവി പരിശോധിക്കുമ്പോൾ ഇടതുകോട്ടകളൊക്കെ തകർന്നടിയുന്നു, 10-ലധികം മന്ത്രിമാർ തോൽക്കുന്നു. അപ്പോൾ മുന്നണി യോഗത്തിൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിനും പഴിചാരലിനും സാധ്യതയുണ്ടോ? പിണറായി വിരുദ്ധതയാണ് ഈ കനത്ത തോൽവിക്ക് കാരണമായത് എന്ന അഭിപ്രായമൊക്കെ ഉയർന്നു വരാനിടയില്ലേ? തീർച്ചയായും. അതായത് CPIയുടെ യോഗം ചേർന്നപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ചില നേതാക്കൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയം, ഒപ്പം തന്നെ പിണറായി വിജയൻ എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളൊക്കെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് CPI നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് പാർട്ടികൾ അവരുടെ കമ്മിറ്റികൾ ചേർന്ന് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല എങ്കിലും പക്ഷേ അവർ ആ യോഗം ചേരുന്നതിന് മുമ്പ് ഇന്ന് നിലപാട് അറിയിക്കേണ്ടി വരും. കാരണം ശൈലിയിലുണ്ടായ പ്രശ്നമാണ് ഇത്രയും വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന ഒരു ചർച്ചയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിലവിൽ വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത് തങ്ങൾ നേരത്തെ തന്നെ ഇത്തരം തിരിച്ചടിയെ കുറിച്ചുള്ള സൂചനകൾ LDF യോഗത്തിൽ തന്നെ നൽകിയതാണ്. ശൈലിമാറ്റം ഉണ്ടാകണമെന്ന കാര്യം ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും മുഖവിലക്കെടുക്കാൻ CPM-ഓ LDF-ലെ മുതിർന്ന പാർട്ടികളോ ഒന്നും തയ്യാറായിട്ടില്ല. അതാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നുള്ളൊരു അഭിപ്രായമാണ് നിലവിൽ RJD-ക്കും അങ്ങനെയുള്ള ചെറിയ പാർട്ടികൾക്ക് നിലവിലുള്ളത്. തീർച്ചയായും ഇക്കാര്യത്തിൽ സ്വാഭാവികമായും
LDF യോഗത്തിൽ അവർ ആ നിലപാട് അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചടി എന്തായാലും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. അത് തിരിച്ചു വരണമെങ്കിൽ വലിയ തരത്തിലുള്ള അടിത്തട്ടിലുള്ള പ്രയത്നം തന്നെ വേണ്ടിവരും എന്നുള്ള നിലപാട് എന്തായാലും എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം ഉണ്ടായതിന് സമാനമായി അതിനപ്പുറം ഈ അടിത്തട്ടിൽ തന്നെ ഓരോ പാർട്ടികളും പ്രത്യേകമായുള്ള പരിശോധന നടത്തുക, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ചേർക്കലോ വിട്ടുവീഴ്ചയോ പാടില്ല എന്നുള്ളതാണ് നിലവിൽ എന്തായാലും LDF കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം. അതിനപ്പുറത്തേക്ക് ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം ആര് ഏറ്റെടുക്കും, അതിൽ ഈ LDF-ലെ ഘടകകക്ഷികളായ പാർട്ടികൾക്ക് എന്ത് അഭിപ്രായമാണ് ഉള്ളത് എന്ന് LDF-നെ അറിയിക്കണം, CPM-നെ അറിയിക്കണം. അതാണ് നിർണായകമാവുക. എന്തായാലും നിലവിൽ പിണറായി വിജയൻ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നോ ഇല്ല എന്നോ നിലവിൽ CPM പറഞ്ഞിട്ടില്ല, ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MA ബേബിയും ഒപ്പം തന്നെ MV ഗോവിന്ദനും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. അതിൽ ഒരു തീരുമാനം എന്ത് കൈക്കൊള്ളും എന്നുള്ളതാണ്. എന്തായാലും അത് CPM-ന്റെ തീരുമാനമാണ്, LDF കൂട്ടായി എടുക്കേണ്ട തീരുമാനമല്ല. പക്ഷേ LDF-ലെ ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം LDF യോഗത്തെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. LDF യോഗം ചേരുകയാണ്, തോൽവി പരിശോധിക്കുകയാണ് മുന്നണി.